ഞാൻ തീർച്ചയായിട്ടും വണ്ടിക്കൂലി കൊടുത്ത് തന്നെ ബസ്സിൽ പോകും. ഇതിപ്പോ നമുക്ക് ഫ്രീ ആയതുകൊണ്ട് മാത്രമല്ല. ഫ്രീ കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പം ആരായിരുന്നാലും ഈ പറഞ്ഞ മന്ത്രിയാലും കയറി പോകും. ഫ്രീ ആയിട്ട് കൊടുത്തിട്ട് അതിങ്ങനെ നിങ്ങൾ വരുന്നവരെല്ലാം ഫ്രീ ആയിട്ട് ഉപയോഗിക്കാന്ന് പറഞ്ഞാൽ അത് മോശമാണ്, മഹാമോശമാണ്. നമ്മളായിട്ട് പോയി ചോദിച്ചതല്ലോ, അവരായിട്ട് പറഞ്ഞതല്ലേ. കസേരയ്ക്ക് വേണ്ടിയാണോ ഫ്രീ പറഞ്ഞത്? പ്രിയദർശിനി മാത്രം കൊണ്ട് ജീവിക്കുന്നവരല്ലല്ലോ നമ്മൾ. അല്ലെങ്കിൽ അങ്ങനെ പോകില്ലല്ലോ, ഞങ്ങൾ കാശ് കൊടുത്ത് പോകും. KSRTC ബസ്സുകളിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര എന്ന വാഗ്ദാനവുമായാണ് UDF സർക്കാർ അധികാരത്തിലേക്ക് എത്തിയത്. എന്നിട്ട് അത് നടപ്പിലാക്കിയതാണെങ്കിൽ ഓർഡിനറി ബസ്സുകളിൽ മാത്രമാണ്. അതും പോട്ടെ, എന്നിട്ട് ഈ ഓർഡിനറി ബസ്സുകളിൽ ഈ നടപ്പിലാക്കിയ ആനുകൂല്യം ഉപയോഗിക്കുന്നവരെ അധിക്ഷേപിച്ചാലോ? അത്തരത്തിലൊരു പരാമർശമാണ് നമ്മുടെ ഗതാഗത വകുപ്പ് മന്ത്രി CP ജോൺ ഇപ്പൊ നടത്തിയിട്ടുള്ളത്. അതായത് സ്ത്രീകൾക്ക് സൗജന്യ യാത്ര, അതായത് സൗജന്യമായി എന്ത് കിട്ടിയാലും അങ്ങ് തള്ളിക്കയറുകയാണ് എന്ന തരത്തിലാണ് അദ്ദേഹം സംസാരിച്ചത്. എന്തായാലും ഈ അധിക്ഷേപ പരാമർശത്തെ കുറിച്ച് ആളുകൾക്ക് എന്താണ് പറയാനുള്ളത് എന്ന് നോക്കാം. ഫ്രീ ആയിട്ട് കൊടുത്ത സാധനം ഒരാൾക്ക് സൗജന്യമായിട്ട് ഞാൻ കൊടുക്കുന്നു, അത് അർഹതപ്പെട്ടവർ വന്ന് വാങ്ങിക്കുന്നു. അതിനിടയിൽ എല്ലാവരും ഫ്രീ ആയിട്ട് കിട്ടുന്നിടത്തേക്ക് പോകുന്നു എന്നതിൽ പറയുന്നതിൽ യാതൊരു അർത്ഥമില്ല. സ്ത്രീകൾക്കും കുഞ്ഞുങ്ങൾക്കും ഫ്രീ ആന്ന് പറഞ്ഞതുകൊണ്ടല്ലേ എല്ലാരും പോകുന്നത്. അപ്പൊ പിന്നെ നമ്മൾ പോവാതെ പിന്നെ എന്ത് ചെയ്യും? എന്തെങ്കിലും ആവശ്യമുണ്ടെ പോയല്ലേ പറ്റത്തുള്ളൂ. മന്ത്രി അങ്ങനെ പറഞ്ഞത് എന്തായാലും തെറ്റായി പോയി. ഇത് നിർത്തലാക്കണം. അങ്ങനെ ഉണ്ടെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും വണ്ടിക്കൂലി കൊടുത്ത് തന്നെ ബസ്സിൽ പോകും. ഇതിപ്പോ നമുക്ക് ഫ്രീ ആയതുകൊണ്ട് മാത്രമല്ലയോ നമ്മളിത് ഉപയോഗിക്കുന്നത്. ഫ്രീ അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ വണ്ടിക്കൂലി ഒപ്പിച്ചിട്ടല്ലേ പോകത്തുള്ളൂ. സൗജന്യ യാത്ര വെക്കുന്നതിന് എന്നാ പിന്നെ നോർമലി എല്ലാവർക്കും പോയാൽ പോരെ. അവർ ഗവൺമെന്റ് തന്നെയല്ലേ പറയുന്നത് അവർക്ക് സൗജന്യമാണ്. പിന്നെ അതിനെപ്പറ്റി നിഷേധിക്കുന്നത് ശരിയായിട്ടുള്ള കാര്യമാണ്. നമുക്ക് അങ്ങനെ ഒരു സംവിധാനം ആരാ സൗജന്യം ഇഷ്ടപ്പെടാത്തത്? ഇപ്പൊ നമുക്ക് കിട്ടിയാൽ നമ്മൾ പോകും. ബസ്സിൽ പോകണമെങ്കിൽ ആണുങ്ങൾക്ക് കിട്ടിയ ആണുങ്ങളും പോകും. അതേപോലെ പിന്നെ അത് പറയാൻ നിൽക്കരുത്, അത്രേ ഉള്ളൂ. മന്ത്രിമാർ ആദ്യം ആലോചിക്കണം അതെന്തൊക്കെ കൊടുക്കണം, എന്തൊക്കെ കൊടുക്കണ്ടെന്ന്, എന്നിട്ടേ കൊടുക്കാവൂ. കൊടുത്തിട്ട് മോശം പറയതായിരുന്നു. PD സതീശൻ സാർ എല്ലാവർക്കും പ്രിയദർശിനി അനുവദിച്ചു കൊടുത്തോണ്ട് മാത്രമാണ് എല്ലാവരും അത് ഉപയോഗിക്കുന്നത്. അപ്പൊ ഉപയോഗിക്കുന്നവരെ കുറ്റം പറഞ്ഞതുപോലെ ആവില്ലേ? അതെ അതെ അതെ. നടത്താൻ പറ്റുന്നതേ പറയാവൂ, അതേ ചെയ്യാവൂ. ഇതൊക്കെ കാണിക്കുന്നത് മോശം പരിപാടികളല്ലേ. നമുക്ക് അങ്ങനെ ഒരു സംവിധാനം തന്നതുകൊണ്ടാണല്ലോ നമ്മൾ ഉപയോഗിക്കുന്നത്. അന്നത് നടത്താൻ പറ്റുന്നില്ലല്ലോ അവരെ കൊണ്ട്. അതിപ്പോ പൂട്ടി പോകില്ലേ? KSRTC പ്രൈവറ്റ് എല്ലാം പൂട്ടി പോകും. അതാണ് എൻ്റെ ഫൈനൽ റിസൾട്ട് എന്ന് പറയുന്നത്. മോശം പരിപാടി അങ്ങനെ പറഞ്ഞെങ്കിൽ അവർ കൊടുത്തിട്ടല്ലേ പോകുന്നത്. അയാൾ കൊടുക്കരുതായിരുന്നു, അപ്പൊ ഇതിനെപ്പറ്റി വരില്ലായിരുന്നു. അല്ലേ, നമുക്ക് ഇങ്ങനെ അവകാശം ഇങ്ങനെ സൗജന്യം തന്നിട്ട് ഇങ്ങനെ എടുത്തോളാൻ പറഞ്ഞിട്ട് പിന്നെ ഇങ്ങനെ പറയുന്നത് ശരിയല്ല, ഒരു കാരണവശാലും ശരിയല്ല. അത് ആരോടാണെങ്കിലും, ഇപ്പൊ ആർക്കാണെങ്കിലും എന്തെങ്കിലും ഫ്രീ ആയിട്ട് കൊടുത്തിട്ട് അതിങ്ങനെ നിങ്ങൾ വരുന്നവരെല്ലാം ഫ്രീ ആയിട്ട് ഉപയോഗിക്കാന്ന് പറഞ്ഞാൽ അത് മോശമാണ്, മഹാമോശമാണ്. കയറുമ്പോ അത് തരാം ഇത് തരാന്ന് പറഞ്ഞിട്ട് തിരിച്ച് കയറിയതിനു ശേഷം അയ്യോ തന്നതിനൊക്കെ നിങ്ങൾ ഉപയോഗിക്കല്ലേ തന്നത്. അവര് തന്നതുകൊണ്ടല്ലേ നമ്മൾ അത് ഉപയോഗിക്കുന്നത്. നമ്മളായിട്ട് പോയി ചോദിച്ചതല്ലോ, അവരായിട്ട് പറഞ്ഞതല്ലേ. ഇങ്ങനെ വോട്ട് ചെയ്താൽ സ്ത്രീകൾക്ക് സൗജന്യമായിട്ട് പ്രിയദർശിനി ഇട്ടുതരുമെന്ന് അവരായിട്ട് പറഞ്ഞ് അവരായിട്ട് തന്നെ ചെയ്ത്. പിന്നെ എല്ലാ KSRTC മൊത്തം എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ സ്ത്രീകൾക്ക് പ്രിയദർശിനി മാത്രമേ അങ്ങനെ ശരി, അത് സമ്മതിച്ചു. അവര് തന്നതുകൊണ്ട് മാത്രമാണ് നമ്മൾ അത് ഉപയോഗിക്കുന്നത്. എന്നിട്ട് തന്നിട്ട് അത് പിന്നെ അവര് തന്നെ കുറ്റം പറയുന്നത് അത് മോശം അഭിപ്രായമല്ലേ. അപമാനിക്കുന്നതിന് തുല്യമാണത്. നിങ്ങൾ എന്തിന് കസേരയ്ക്ക് വേണ്ടിയാണോ ഫ്രീ പറഞ്ഞത്? തന്നല്ല. അപ്പം നിങ്ങൾ പാസ്സായി, അടുത്തത് ഫ്രീ കിട്ടി, അപ്പം ജനങ്ങൾക്ക് ഉപയോഗപ്പെടാനല്ലേ കൊടുത്തത്. പിന്നെ എന്തിനാ പറയണത്? പറയണവരാണ് തെറ്റുകാറ്. ഇപ്പൊ നമ്മള് അതിന് മാത്രം എല്ലാ സ്ത്രീകളും അത് മാത്രം പ്രതീക്ഷിച്ച് നിൽക്കുന്നവരല്ല അല്ലേ. ഏത് ബസ് വന്നാലും നമ്മൾക്ക് പോകേണ്ട സ്ഥലത്ത് നമ്മൾ പോവുകതന്നെ ചെയ്യും. അവര് ഫ്രീ ആയിട്ട് തന്നില്ലെങ്കിലും നമ്മൾ പോകും, ഫ്രീ ആയിട്ട് തന്നില്ലെങ്കിലും നമ്മൾ പോകും. പ്രിയദർശിനി മാത്രം കൊണ്ട് ജീവിക്കുന്നവരല്ലല്ലോ നമ്മൾ. ഇതിലും ഭേദം കൊടുക്കാതിരിക്കുന്നതാണ് നല്ലതെന്ന് തോന്നുന്നു. കാരണം മാറ്റി പറയുന്നതാണെങ്കിൽ പിന്നെ എന്തിനാണ് കൊടുത്തത്? കാരണം സ്ത്രീകൾക്ക് കൊടുത്തോണ്ട് മീൻസ് ഫ്രീ ആയിട്ട് പോകാൻ സൗജന്യ യാത്ര കൊടുത്തോണ്ടാണല്ലോ അവർ യൂസ് ചെയ്യുന്നത്. യൂസ് ചെയ്യാണ്ടിരുന്നെങ്കിൽ ഇവര് വാഗ്ദാനം കൊടുത്തിട്ടല്ലേ അത് ചെയ്തത്. അതും കുറെ നാള് ലാഗാക്കിയിട്ടല്ലേ ചെയ്തത്. അപ്പോൾ എനിക്ക് തോന്നുന്നു പറഞ്ഞത് പാലിക്കാൻ പറ്റുമെങ്കിൽ മാത്രം ചെയ്യുന്നതാണ് നല്ലത്. അങ്ങനെ പറഞ്ഞത് മോശം. ഞങ്ങൾക്ക് തന്നതുകൊണ്ടാണ് ഉപയോഗിക്കണത്, അല്ലെങ്കിൽ അങ്ങനെ പോകില്ലല്ലോ, ഞങ്ങൾ കാശ് കൊടുത്ത് പോകും. അപ്പം കാശ് വേണ്ട എന്ന് പറഞ്ഞത് കൊണ്ടാണ് കാശില്ലാതെ പോണത്. പൈസ കൊടുത്ത് പോകാനുള്ള ക്യാപ്പബിലിറ്റി പണ്ട് സ്ത്രീകൾക്കുണ്ട്. കാരണം ഇതിപ്പോ വന്നിട്ട് ഒരു 2-3 മാസമല്ലേ ആയിട്ടുള്ളൂ. അതിനു മുമ്പും പല സ്ത്രീകളും പൈസ കൊടുത്തിട്ട് തന്നെയാണ്, ആണുങ്ങൾ കൊടുക്കുന്ന പോലെ തന്നെ പൈസ കൊടുത്തിട്ട് തന്നെയാണ് പെണ്ണുങ്ങൾ പൊയ്ക്കൊണ്ടിരുന്നത്.